140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM പ്രവർത്തകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. സെമിത്തേരിയിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. മുഖ്യമന്ത്രി VD സതീശൻ അഹങ്കാരിയെന്ന് സുകുമാരൻ നായർ. അങ്കമാലി അരൂർ 8 വരി ബൈപ്പാസിന് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി. മദ്യനികുതിക്ക് പിന്നിൽ കർണാടക, എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് MP രാജേഷ്. CPM പ്രവർത്തകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. കണ്ണൂർ പെരിങ്ങോമിൽ CPM പ്രവർത്തകനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. കാങ്കോൾ സ്വദേശി ഹരീഷ് നെല്ലൂരാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 17 വയസ്സുള്ള പെൺകുട്ടിയെ ഇയാൾ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പെരിങ്ങോം പോലീസ് ഹരീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സെമിത്തേരിയിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. കണ്ണൂർ ഇരവട്ടി വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. സെമിത്തേരി നവീകരണം നടത്തിയപ്പോൾ കല്ലറയുടെ നമ്പറുകൾ മാറിപ്പോയതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് പോലീസ് അറിയിച്ചു. 38-ാം നമ്പർ കല്ലറ ഈ മാസം 13-ന് തുറന്നപ്പോഴാണ് സംഭവം. ബന്ധുക്കൾ എത്തിയതോടെയാണ് അവ്യക്തത നീങ്ങിയത്. 2015-ൽ രക്തം ഛർദ്ദിച്ച് മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പായയോടെ കല്ലറയിൽ സംസ്കരിക്കുകയായിരുന്നു. ഇതിന്റെ ഫോട്ടോകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ അഹങ്കാരി എന്ന് സുകുമാരൻ നായർ. മുഖ്യമന്ത്രി VD സതീശനെ അഹങ്കാരി എന്ന് വിളിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് NSSന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിലുള്ള പ്രസംഗത്തിലാണ് സുകുമാരൻ നായരുടെ വിമർശനം ഉണ്ടായത്. NSSന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി മുഖ്യമന്ത്രിയെ ദൂതൻ വഴി 2 പ്രാവശ്യം സമീപിച്ചെങ്കിലും കാണാൻ കൂട്ടാക്കിയില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോകില്ലെന്ന സതീശന്റെ പഴയകാല പരാമർശങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടിയാണ് സുകുമാരൻ നായരുടെ വിമർശനം. പണ്ട് പലതവണ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണാനായി കാത്തുനിന്ന വ്യക്തിയാണ് VD സതീശനെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. നേരത്തെയും സതീശനെതിരെ സുകുമാരൻ നായർ കടുത്ത പ്രയോഗങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നത്തെ പരാമർശവും. അങ്കമാലി അരൂർ 8 വരി ബൈപ്പാസിന് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള സുപ്രധാന ബൈപ്പാസ് പദ്ധതിക്ക് പച്ചക്കൊടി. അങ്കമാലി അരൂർ കൊച്ചി ദേശീയപാത 544 ബൈപ്പാസ് പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത്. നേരത്തെ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർ വരെ നിശ്ചയിച്ചിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ അരൂരിലേക്ക് നീട്ടിയത്. 50 കിലോമീറ്റർ ദൂരത്തിൽ 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിക്കാനാണ് കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ അറിയിച്ചു. മദ്യനികുതിക്ക് പിന്നിൽ കർണാടക, എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് MP രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് കർണാടക മദ്യ ലോബികളെ സഹായിക്കാനാണെന്നും ഇതിനായി എത്ര പണം കിട്ടിയെന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. നാട്ടിൽ മുഴുവൻ മദ്യമൊഴുക്കാനാണ് UDF സർക്കാരിന്റെ തീരുമാനമെന്ന് മുൻ മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതിനായിരുന്നു LDF നൽകിയ അനുമതി. UDF സ്പിരിറ്റ് ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനാണ് അനുമതി നൽകുന്നതെന്നും MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.